എല്ലാവർക്കും നമസ്കാരം. കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് സ്വാഗതം. നമുക്ക് വിനായക ചതുർത്ഥിയിലേക്ക് ഒന്ന് പോകാം. ആ കഥയൊന്ന് കേൾക്കാം. ജ്ഞാനത്തിൻ്റെയും വിജയത്തിൻ്റെയും ദേവനായ ഗണേശ ഭഗവാന്റെ ജന്മദിനമാണ് നമ്മൾ വിനായക ചതുർത്ഥി അല്ലെങ്കിൽ ഗണേശ ചതുർത്ഥിയായി ആഘോഷിക്കുന്നത്. ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥി ദിവസത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഉത്സവമാണ് വിനായക ചതുർത്ഥി. ഹിന്ദുക്കളുടെ പ്രധാന ആരാധനാമൂർത്തിയാണ് ഗണേശൻ. ആ ഗണേശ ഭഗവാന്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് 27 ബുധനാഴ്ച, അതായത് ചിങ്ങമാസം 11-ാം തീയതി. കേരളത്തിൽ പണ്ട് ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും കീർത്തനാലാപനങ്ങളും ഒക്കെയായി ആഘോഷിച്ചിരുന്ന ഒരു ഉത്സവമായിരുന്നു വിനായക ചതുർത്ഥി. എന്നാൽ ഇന്ന് കേരളത്തിൽ വലിയ ആഘോഷമായി കൊണ്ടാടുന്നുണ്ട്. മഹാരാഷ്ട്രയിലും മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമായിരുന്നു ആഘോഷിക്കപ്പെട്ടിരുന്നത്. അടുത്ത കാലത്താണ് കേരളത്തിലെ വിനായക ചതുർത്ഥി വളരെ വലിയ ആഘോഷമായി നമ്മൾ കൊണ്ടാടുന്നത്. ചില ക്ഷേത്രങ്ങളിൽ ആനയൂട്ടും അന്നേ ദിവസം ആനയെ പൂജിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഗണപതി വിഗ്രഹങ്ങൾ അന്നേ ദിവസം വളരെ പ്രത്യേക അനുഷ്ഠാനങ്ങളോടെ പ്രതിഷ്ഠിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്യും. കറുകമാല, താമരമാല, കറുകപ്പുല്ല് കൊണ്ടുള്ള അഭിഷേകം, ഒക്കെ മുക്കുറ്റി, ഇങ്ങനെ വിശേഷ വിധികളോടെ ഭഗവാനെ അന്ന് ആരാധിക്കുന്നു. ഗണപതി ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള മോദകം എന്ന മധുരപലഹാരങ്ങൾ ഒരു തളികയിൽ നിറയെ ഭഗവാന്റെ മുമ്പിൽ വളരെ ഭക്തിയോടെയും സന്തോഷത്തോടെയും സമർപ്പിക്കുന്നു. കേരളത്തിൽ ഇപ്പോൾ മണ്ണുകൊണ്ട് ഗണപതി വിഗ്രഹം ഉണ്ടാക്കി പൂജകളും നൈവേദ്യങ്ങളും ഒക്കെ സമർപ്പിക്കുന്നുണ്ട്. അന്ന് വൈകിട്ടോ 3 ദിവസം കഴിഞ്ഞോ ഈ വിഗ്രഹങ്ങൾ ജലാശയത്തിൽ നിമജ്ജനം ചെയ്യും, നദിയിലോ സമുദ്രത്തിലോ ഒക്കെ. ജാതി മത ഭേദമില്ലാതെ ആഘോഷിക്കപ്പെടുന്ന ആണ് ഈ ഗണേശ ഉത്സവം. ചരിത്രപരമായും സാംസ്കാരികമായും പ്രാധാന്യമുണ്ട്. ഇന്ത്യൻ സംസ്കാരത്തെയും പൈതൃകത്തെയും ഉയർത്തിക്കാട്ടുന്നു. സംസ്കാരത്തെയും ദേശീയതയെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഛത്രപതി ശിവാജി മഹാരാജാവാണ് ഗണേശ ചതുർത്ഥി ആദ്യമായി ആഘോഷം തുടങ്ങിയത് എന്ന് കേട്ടിട്ടുണ്ട്. മുംബൈയിലെ എല്ലാ വർഷവും ഈ ദിവസം 6000-ത്തിലധികം വിഗ്രഹങ്ങൾ ആരാധിച്ച് പൂജിച്ച് സമുദ്രത്തിലോ നദിയിലോ ഒക്കെ നിമജ്ജനം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഖരീദാബാദിലെ ഗണേശ വിഗ്രഹമാണ് രാജ്യത്തെ ഏറ്റവും വലിയ ഗണേശ വിഗ്രഹം എന്ന് പറയപ്പെടുന്നു. ഗണേശ ദിവസം ഈ വിനായക ചതുർത്ഥി ദിവസം ഇതിനുള്ള എല്ലാ ദിവസവും നമ്മൾ എല്ലാ വിഘ്നങ്ങളും തീരാൻ ആദ്യം നമ്മൾ വിനായകനെ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. ഗണപതി ഭഗവാനെ തേങ്ങ ഉടച്ചും ഗണപതി ഹോമം നടത്തിയും ഗണപതിക്കുള്ള പ്രത്യേക പൂജകൾ നടത്തിയും ഒക്കെയാണ് നമ്മൾ ഏത് ശുഭ കർമ്മങ്ങളും ചെയ്യുന്നതിന് മുമ്പായി നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഗണപതിക്ക് പൂജ നടത്തിയതിന് ശേഷമാണ്. എന്നാൽ വിനായക ചതുർത്ഥിക്ക് ഈ ഗണപതി ഭഗവാനെ നമ്മൾ പ്രത്യേകമായി കറുകമാലയും ഒക്കെ സമർപ്പിച്ച് പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമൊക്കെ വളരെ വിശേഷമാണ്. എല്ലാ വിജയങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് എന്ന് പറയുന്നത്. ഇതിനൊരു ശുഭമുഹൂർത്തവും പറയുന്നുണ്ട്. വിനായക ചതുർത്ഥി ദിവസം വിഘ്നേശ്വരനെ തൊഴുന്നതിന് ഒരു ശുഭമുഹൂർത്തം പറയുന്നുണ്ട്. രാവിലെ 11 മണിക്ക് ശേഷം ഉച്ചയ്ക്ക് 1:40 വരെയുള്ള സമയം വിനായക ചതുർത്ഥി ദിനം പ്രത്യേകതയുണ്ടെന്നാണ് പറയുന്നത്. ആ ദിവസം ആ സമയം വിനായകനെ പ്രാർത്ഥിച്ചാൽ കൂടുതൽ അനുഗ്രഹം ചൊരിയുന്നു എന്ന് പറയുന്നു. വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട പല ഐതിഹ്യങ്ങളും പറയുന്നുണ്ട്. വിനായക ചതുർത്ഥി ദിനം അതിൻ്റെ തലേ ദിവസം മുതൽ വിനായക ചതുർത്ഥി തീരുന്നത് വരെ ചന്ദ്രനെ നോക്കരുത്, അത് നല്ലതല്ല. ചന്ദ്രനെ നോക്കുന്നത് ചീത്തയാണ് എന്ന് പറയുന്നുണ്ട്. അത് ദുശകനമായിട്ടാണ് കാണുന്നത്. അതിന് ഒരു കഥയുണ്ട്. അത് വിഘ്നേശ്വരൻ്റെ ആനയുടെ തല വരുന്ന അതിൻ്റെ ഒരു കഥ കേട്ടിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളോടിപ്പം ഷെയർ ചെയ്യാം. പാർവതീദേവി ആദിമൂല ഗണപതിയോട് തൻ്റെ മകനായി പിറക്കണമെന്നും ആവശ്യപ്പെടുകയും അങ്ങനെ ആദിമൂല ഗണപതി ഉണ്ണി ഗണേശനായി ജനിച്ചുവെന്നും ഒരു കഥയുണ്ട്. പരമശിവന് ലോകകാര്യങ്ങളൊക്കെ നോക്കുന്ന തിരക്കിലായിട്ട് തനിക്ക് കൂട്ടിനായിട്ട് ഒരു ഉണ്ണി വേണമെന്ന് ആഗ്രഹം തോന്നി. കൂട്ടിനായി വേണമെന്ന ആഗ്രഹത്താൽ ചന്ദനപ്പൊടി കൊണ്ട് ഒരു പ്രതിമയുണ്ടാക്കി. എന്നിട്ട് അതിന് ശക്തി നൽകി, ജീവൻ നൽകി. അങ്ങനെ പാർവതീപുത്രനായി ഗണേശൻ. അമ്മയുടെ പ്രിയപുത്രനാണ് ഗണേശൻ. അമ്മയുടെ ഏതാജ്ഞയും നിറവേറ്റുന്ന പുത്രനാണ് ഗണപതി ഭഗവാൻ. ആനയുടെ തല വന്നതിൻ്റെ കഥയാണ് പറയുന്നത്.
പല കഥകൾ പ്രചാരത്തിലുണ്ട്. അപ്പോൾ ഗണപതി ഭഗവാനെ കരയിലിരുത്തിയിട്ട് അമ്മ തോഴിമാരുമൊത്ത് കുളിക്കുന്നതിനായിട്ട് നീരാടാനിറങ്ങി. അപ്പോൾ പറഞ്ഞു, അമ്മ ഉണ്ണിയോട് പറഞ്ഞു, ഉണ്ണി ഇങ്ങോട്ട് ആരെയും കടത്തി വിടരുത് കേട്ടോ, ആരും ഇവിടെ വന്നാലും ഇങ്ങോട്ട് കടത്തി വിടരുത്, ആരെയും കടത്തി വിടരുതോ? ആ ഉണ്ണി ചോദിച്ചു. വേണ്ട, ആരെയും കടത്തി വിടണ്ട. ശരി അമ്മേ, അമ്മ വിളിച്ചു വരും, ആരെയും ഞാൻ ഇതുവഴി കടത്തത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ദേവി കുളിക്കാൻ പോയി. ഈ സമയം പരമശിവനെ കാണാനായിട്ട് പരമശിവനെ കാണാൻ വേണ്ടി ബ്രഹ്മാദി ദേവന്മാരൊക്കെ വന്നു. അപ്പം പരമശിവൻ തൻ്റെ പത്നി എവിടെ എന്ന് ചോദിച്ചു. ഉടനെ പാർവതി ദേവിയെ വിളിക്കാനായിട്ട് നന്ദിയെ പറഞ്ഞു വിട്ടു, വേഗം പോയി ദേവിയെ വിളിച്ചുകൊണ്ട് വരുന്നു. അങ്ങനെ നന്ദി വേഗം ദേവിയെ വിളിക്കാനായി വന്നു. അപ്പോൾ കടവിലോട്ട് പോവുക. അപ്പോൾ ഗണപതി ഭഗവാൻ തടഞ്ഞു. എങ്ങോട്ടാണ് പോകുന്നത്? അങ്ങോട്ടാരും പോകണ്ട, അമ്മ കുളി കഴിഞ്ഞ് വരും, അങ്ങോട്ട് ആരെയും കടത്തി വിടരുതെന്ന് പറഞ്ഞു. അല്ല, ഞാൻ അച്ഛൻ പറഞ്ഞൊരു കാര്യം പറയാൻ. ഒന്നും വേണ്ട, ആരും അങ്ങോട്ട് കടത്തി വിടുന്നില്ല, പൊയ്ക്കോളൂ എന്ന്. നീ ആവുന്ന പറഞ്ഞു നോക്കി, ഒന്ന് കടത്തി വിടുമോ ഉണ്ണി, ഞാനും അവിടെ നിന്നൊന്ന് വിളിച്ച് പറഞ്ഞിട്ട് പോന്നോളാം. വേണ്ട, പൊക്കോളൂ, സമ്മതിക്കത്തില്ല. നിർബന്ധപൂർവ്വം നന്ദിയെ പറഞ്ഞു വിട്ടു. നന്ദി ഗത്യന്തരമില്ലാതെ പോയി. അവിടെ ചെന്ന് വിവരം പറഞ്ഞപ്പോഴത്തേക്കും പരമശിവന് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത്രയ്ക്കാണോ ധിക്കാരം. പരമശിവൻ അവിടെ നിന്ന് വന്നു, ഗണപതിയോട് അടുക്കാതെ എത്തിയപ്പോൾ ഗണപതി പറഞ്ഞു, എങ്ങോട്ടാ അച്ഛൻ പോകുന്നത്? അങ്ങോട്ട് പോകണ്ട, അമ്മ പറഞ്ഞിട്ടുണ്ട് ആര് വന്നാലും കടത്തി വിടരുതെന്ന്, ഒരുത്തരും അങ്ങോട്ട് കടത്തി വിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അച്ഛൻ മടങ്ങിപ്പോകണം എന്ന്. ഇല്ല, എനിക്ക് അമ്മയെ അത്യാവശ്യമായിട്ട് കാണണം, അവിടെ ത്രിമൂർത്തികളും വന്നിട്ടുണ്ട്, എനിക്ക് പോകണം എന്ന് പറഞ്ഞു. വേണ്ട, പോകണ്ട എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം ഗണേശൻ കടത്തി വിടാതിരുന്നു. അത് പരമശിവനെ കോപിപ്പിച്ചു. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹം കയ്യിലിരുന്ന ഇതുകൊണ്ട് വാളുകൊണ്ട് തല വെട്ടി. അങ്ങനെ ഗണപതിയുടെ തല മാറ്റി മുറിഞ്ഞ് താഴെ വീണു. പാർവതീദേവി ഇതറിഞ്ഞു. പാർവതീദേവി വളരെ സങ്കടപ്പെട്ടു, കരഞ്ഞുകൊണ്ട് ഓടി വന്നു. എൻ്റെ പുത്രനെ അങ്ങ് എന്തായി ചെയ്തത്? എനിക്ക് എൻ്റെ പുത്രനെ മടക്കി തരണം, എൻ്റെ പുത്രൻ്റെ ജീവൻ വേണം, എനിക്ക് എൻ്റെ പുത്രനെ തരണം എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. ഇനിയും ഒരു വഴിയുമില്ല, എന്താ ചെയ്യുക? വേഗം പരമശിവൻ ദേവന്മാരോട് പറഞ്ഞു, വേഗം നിങ്ങൾ തെക്കോട്ട് നടക്കുക, ആദ്യം കാണുന്ന ജീവിയുടെ തല വെട്ടിക്കൊണ്ടുവരാൻ നിർദ്ദേശിച്ചു. അങ്ങനെ ആദ്യം കണ്ടത് ആനയുടെ തലയായിരുന്നു. അത് വെട്ടിക്കൊണ്ടുവന്ന് ഗണപതിയുടെ തല വെട്ടിയ ഭാഗത്ത് വെച്ചു. അങ്ങനെയാണ് ആ രൂപം വന്നത് എന്ന് പറയുന്നു. എന്തായാലും നമുക്ക് അത് വിശ്വസിക്കാം. അടുത്ത് വേദവ്യാസന് ഒരു കഥയുമായി ബന്ധപ്പെട്ടാണ്. വേദവ്യാസനെ മഹാഭാരതം ഗണപതി ഭഗവാനെ കൊണ്ടൊന്ന് എഴുതിക്കണം. അതിനുവേണ്ടി അദ്ദേഹം ഗണപതി ഭഗവാനെ വിളിച്ചു വരുത്തുകയും ഗണപതി ഭഗവാനോട് മഹാഭാരതം ഒന്ന് രചിക്കണമെന്നും അത് ഞാൻ ചൊല്ലിക്കൊടുക്കാം, അങ്ങ് എഴുതണമെന്നും പറഞ്ഞു. അങ്ങനെ ഗണപതി ഭഗവാൻ 10 ദിവസം ഒരേ ഇരിപ്പിലിരുന്ന് ഈ വേദവ്യാസൻ പറഞ്ഞു കൊടുത്ത മഹാഭാരതം എഴുതി കൊടുത്തു. ആ 10 ദിവസം ഗണേശൻ അവിടുന്ന് എഴുന്നേറ്റിട്ടേയില്ല. അങ്ങനെ ഗണേശ ഭഗവാന്റെ ശരീരത്തിൽ മുഴുവൻ അഴുക്കും പൊടിയും ഒക്കെ കൊണ്ട് നിറഞ്ഞുവെന്നും ആ അഴുക്കൊക്കെ കഴുകിക്കളയാനായിട്ട് ഗണേശൻ സരസ്വതീ നദിയിലിറങ്ങി സ്നാനം ചെയ്തുവെന്നും അന്ന് ആ ദിവസമാണ് ഗണേശ ചതുർത്ഥിയായിട്ട് ഗണേശനെ ആരാധിക്കുന്ന വിനായക ചതുർത്ഥിയായി നമ്മൾ ആഘോഷിക്കുന്നതെന്നും ഒരു കഥയുണ്ട്. എന്തായാലും ഈ കഥകളെല്ലാം വിഘ്നേശ്വരൻ്റെ അടുക്കിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുകയാണ്. ഈ ദിവസം വിഘ്നേശ്വരനെ തൊഴുതാൽ എല്ലാ ദോഷങ്ങളും മാറി വളരെ പുണ്യം കിട്ടുന്ന ദിവസമാണ് ഈ സമയം എന്നും പറയുന്നു. നമുക്ക് ഈ വർഷം വിഘ്നേശ്വരനെ ഇതറിഞ്ഞുകൊണ്ട് ആ ഉച്ച സമയത്ത് ഏറ്റവും ശുഭമുഹൂർത്തമായ 11 മണിക്ക് ശേഷം 1:40 വരെയുള്ള മുഹൂർത്തത്തിനിടയിൽ നമുക്ക് ഭഗവാനെ വിഘ്നേശ്വരനെ സർവ്വവിഘ്നങ്ങളും തീരാൻ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും നമുക്ക് കാണാം.